ഇന്ധനവില വർധനവിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. മറ്റു പ്രതിപക്ഷ പാർട്ടികളും സംസ്ഥാനതലത്തിൽ പ്രതിഷേധ പരിപാടികൾ പ്രഖ്യാപിച്ചു. സാധാരണക്കാരന്റെ നടുവൊടിക്കുന്ന തീരുമാനം പിൻവലിക്കണമെന്നാണ് ആവശ്യം. ഇന്ത്യയിൽ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് നേരിയ വിലവർധന മാത്രമെന്ന് BJP വിശദീകരിച്ചു. ഇന്ധനവില വർധനവിന് പിന്നാലെ രാജ്യത്തെ സാധാരണക്കാരുടെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റുമെന്ന് ഉറപ്പായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് ശേഷം വിലക്കയറ്റം 3.4% ഉയർന്നിരുന്നു. അടുത്ത 3 മാസത്തിനുള്ളിൽ ഇത് 5%-ലെത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. അതിൽ പാലോട് വിവരങ്ങൾ നൽകും. അതിൽ ഗുഡ് മോർണിംഗ്. അപ്പോൾ വലിയ തരത്തിൽ ഈ ഒരു വിലവർധന പൊതുജന ജീവിതത്തെ തന്നെ ബാധിക്കും. സാധാരണക്കാരന്റെ പോക്കറ്റ് കീറും, അതിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെയാണ് ഇനി വരും ദിവസങ്ങളിൽ പ്രതിഷേധം ആലോചിക്കുന്നത്? BJPയുടെ വിശദീകരണം എന്താണ്? BJP പറയുന്നതും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും പറയുന്നത് 5 രൂപയിലേറെ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യവും നിർബന്ധിത ഘട്ടവുമായിരുന്നു. പക്ഷേ 3 രൂപ മാത്രം, ഒരു നിസ്സാര നിരക്ക് എന്ന രൂപത്തിലാണ് ഈ വർധന വരുത്തിയത് എന്നുള്ളതാണ്. നേരിയ വിലവർധന മാത്രമെന്ന് BJPയും കേന്ദ്ര സർക്കാരും അവകാശപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചരക്കുകൂലി ഉടൻ വർദ്ധിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ചരക്കുകൂലിയിൽ 3% വർധനയുണ്ടാകുമെന്നാണ് ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ട് വെൽഫെയർ അസോസിയേഷന്റെ ഇപ്പോൾ നൽകിയിരിക്കുന്ന അറിയിപ്പ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും കുടുംബ ബജറ്റിന്റെ താളം തെറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്ത 3 മാസത്തിനുള്ളിൽ 5% വർധന അത് വിലക്കയറ്റത്തിൽ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ്. മറ്റൊരു തിരിച്ചടിയാകട്ടെ, ഇനിയും പ്രതിസന്ധി തുടരുകയും പശ്ചിമേഷ്യൻ പ്രതിസന്ധി സംഘർഷം ഈ അവസ്ഥയിൽ തന്നെ തുടരുകയും ഈ ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ വർദ്ധിക്കുകയും ചെയ്താൽ ഇനിയും വില വർദ്ധിക്കാൻ ഇടയുണ്ട് എന്ന റിപ്പോർട്ടുകൾ എണ്ണ കമ്പനികൾ കൂടി പങ്കുവയ്ക്കുകയാണ്. ഒപ്പം ഡോളറിന്റെ മൂല്യം ഇന്ത്യൻ രൂപയിൽ 96.14 ഇടിഞ്ഞത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് എന്നതുകൂടിയുണ്ട്. ഏതായാലും ഈ സാഹചര്യങ്ങൾക്ക് മുൻനിർത്തി വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും. രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പോകുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഒപ്പം പ്രതിപക്ഷ പാർട്ടികൾ സംസ്ഥാന തലത്തിലുള്ള പ്രതിഷേധ പരിപാടികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.